അടുത്ത ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്ററാണ്. കമലാദാസ് എന്ന ഒരു കവയിത്രി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തൻ്റെ കുട്ടിക്കാലത്തെ ചൈൽഡ്ഹുഡ് മെമ്മറിയെക്കുറിച്ചിട്ടും അതുപോലെ തൻ്റെ തറവാടായിരുന്ന മുത്തശ്ശിയുടെ വീടിനെ കുറിച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് തൻ്റെ ബാല്യകാല സ്മരണകളെ പറയുന്ന ഒരു മനോഹരമായൊരു കവിതയാണ് ദ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന ഇതിൻ്റെ രചയിത കവയിത്രിയാണ് കമലാദാസ്. ഒരു കവയിത്രിയുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ഒരിതാണ് തൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടെടുത്തിട്ട് തൻ്റെ തറവാടും തൻ്റെ മുത്തശ്ശിയുടെ വീടും അവിടെ എങ്ങനെ ആയിരുന്നു തൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ചിരുന്നത് എന്നതിനൊക്കെ കുറിച്ച് വിശദമായിട്ടാണ് കമലാദാസ് എന്ന കവയിത്രി മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എൻ്റെ മുത്തശ്ശിയുടെ വീട് എന്ന ഈ ഒരു കവിതയിൽ പ്രതിപാദിക്കുന്നത്. In this poem, the poet tells about her childhood day in her grandmother's home, which far away from where she is currently living, and the love she received from the grandmother's house. ഈ പോയത്തിൽ പറയുന്നത് ദ പോയിറ്റ്സ് ടെൽസ് അബൌട്ട് ദ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോയിറ്റ് ഇതിൽ പറയുന്നത് ടെൽസ് അബൌട്ട് ദ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലത്തെ ഓർമ്മകളെ കുറിച്ചിട്ടാണ്. വെർ ഷീ വാസ് ദ കറൻ്റ്ലി ലിവിങ് ആൻഡ് ദ ലവ് ഷീസ് റിസീവ് ഫ്രം ദ ഗ്രാൻഡ് മദേഴ്സ്. തൻ്റെ മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൻ്റെയും ലാളനയുടെയും ഓർമ്മകൾ വീണ്ടെടുത്തിട്ടാണ് കമലാദാസ് എന്ന കവി ഈ ഒരു കവിതയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. Then after his grandmother's dad were the nobody living there with nobody talking, with the nobody to take a care, the house became a silent, it became a deserted and the snakes started moving around. മുത്തശ്ശിയുടെ കമലാദാസ് എന്ന കവയിത്രിയുടെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ആ വീട് ആകെ ശൂന്യമായി. ഒരാളും സംസാരിക്കാനില്ലാതെ, ഒരാളും അവിടെ താമസിക്കാനില്ലാതെ, പാമ്പുകൾ തുടങ്ങി മറ്റ് ജീവജാലങ്ങളുടെ വിഹര കേന്ദ്രമായി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് തൻ്റെ മുത്തശ്ശിയുടെ വീട് തറവാട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുത്തശ്ശിയുടെ മരണശേഷം. ആഫ്റ്റർ ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഡെഡ്, ദെൻ ഹെർ ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു റീഡ് ഔട്ട് സ്റ്റോറീസ് ടു ഹെർ. ഷി വാസ് ടു യങ് ടു റീഡ് ബൈ herself. After her granny death, it was a sad time to spend among books. She felt lonely. തൻ്റെ മുത്തശ്ശിയുടെ മരണശേഷം എങ്ങനെയാണ് തൻ്റെ ജീവിതകാലം അല്ലെങ്കിൽ തൻ്റെ ലൈഫ് ഞാൻ കഴിച്ചു കൂട്ടിയിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് കമലാദാസിൻ്റെ അടുത്ത പാരഗ്രാഫ് പറയുന്നത്. ദ ഗ്രാൻഡ് മദേഴ്സ് യു ടു റീഡ് ദ ഔട്ട്ഡോർ സ്റ്റോറി ടു ഫെർ. എന്ത് ചെയ്ത് തൻ്റെ മുത്തശ്ശി തനിക്ക് കുട്ടിക്കാലത്ത് കഥകൾ വായിച്ചു കൊടുക്കുമായിരുന്നു. ഷി വാസ് ടു യങ് ടു റീഡ് ബൈ ഹെർസെൽഫ്. അതിനുശേഷം വലുതായ ശേഷം ആ കഥകൾ വീണ്ടും വായിക്കുന്ന സമയത്ത് തൻ്റെ ബാല്യകാല സ്മരണ ഈ കവയിത്രിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ഹെർ ഗ്രാനീസ് ഡെത്ത് ഇറ്റ് വാസ് എ സാഡ് ടൈം ടു സ്പെൻഡ് എമോങ് ബുക്സ്. ഷീസ് ഫെൽറ്റ് ലോൺലി. തൻ്റെ മുത്തശ്ശിയുടെ മരണശേഷം കമലാദാസ് എന്ന കവയിത്രി വളരെയേറെ ഒറ്റയ്ക്ക് ഒരു ഏകാന്തതയിൽ അകപ്പെട്ടതുപോലെയും വല്ലാത്തൊരു ഒറ്റക്കായി എന്ന പോലെ ഒരു ദുഃഖമാർന്ന സമയങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഷി ദ ഓഫൻ തിങ്ക് അബൌട്ട് ദ വിസിറ്റിംഗ് ദ ഹൗസ്, ലുക്കിംഗ് ത്രൂ ദ വിൻഡോസ്, ലിസണിംഗ് ദ വോയിസ് അറൗണ്ട്, ദ ബ്രിങ്ങിങ് ദ സംതിങ് ബാക്ക് ടു ഹോം. ബട്ട് ദർ ഈസ് ജസ്റ്റ് എ ഡാർക്ക്നെസ് ഇൻസൈഡ് വിത്ത് നോ വോയിസ് എക്സെപ്റ്റ് ദ ഓൾ മെമ്മറീസ് വിച്ച് വിൽ ഓൾവേസ് റിമൈൻ വിത്ത് ദ സെയിം പോയിറ്റ്. ഷി ഓഫൻ തിങ്ക് അബൌട്ട് ദ വിസിറ്റിംഗ് ദ ഹൗസ്. ആ കുട്ടിക്കാലത്ത് തൻ്റെ മുത്തശ്ശിയുടെ വീട് സന്ദർശിച്ചിരുന്ന സമയത്ത് ലുക്കിംഗ് ത്രൂ ദ വിൻഡോസ്, ജനാലകൾ വഴി നോക്കുന്ന സമയത്ത് ദ ലിസണിങ് ദ വോയിസ് സൗണ്ട് അറൗണ്ട് ദ ബ്രിങ്ങിങ് ദ സംതിങ് ബാക്ക് ടു ഹോം. ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് ചുറ്റുപാടിലേക്ക് നോക്കുന്ന സമയത്തോ അന്തരീക്ഷത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് വോയിസുകൾ, പലതരത്തിലുള്ള ജീവികളുടെ മനോഹരമായ ശബ്ദങ്ങളെ കേൾക്കാറുണ്ടായിരുന്നു. ബട്ട് ദർ ഈസ് ജസ്റ്റ് ഡാർക്ക്നെസ് ഇൻസൈഡ്. ഇത് പണ്ടുള്ളൊരു കാലത്തെ കാര്യമാണെങ്കിൽ ഇപ്പോൾ നാവു പറയുന്ന ബട്ട് ദർ ഈസ് എ ജസ്റ്റ് ഡാർക്ക്നെസ് ഇൻസൈഡ്. ഇപ്പോൾ വെറും കൂരിരുട്ട് മാത്രമാണ് അവിടെ ഉള്ളത്. വിത്ത് നോ വോയിസ് എക്സെപ്റ്റ് ദ ഓൾ മെമ്മറീസ് വിച്ച് വിൽ ഓൾവേസ് റിമൈൻ വിത്ത് ദ സെയിം പോയിറ്റ്. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് വീണ്ടെടുത്ത് പറയുകയാണ്. ഒരു കാലത്തെ ഒരുപാട് ശബ്ദ കോലാഹലങ്ങളുണ്ടായിരുന്ന ഒരു വീട് ഇന്ന് ആരാരുമില്ലാതെ ഉറങ്ങിക്കിടക്കുകയാണ്, ഫുള്ളി ഇരുണ്ട് കിടക്കുക എന്ന ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് കമലാദാസ് തൻ്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ ഈ കാര്യങ്ങൾ അവതരിക്കുന്നത്. ദ പോയിറ്റ്സ് ഇസ് ദ state of loss, the feels lonely without the grandmother. She got love in absence, but now she seeks it a small quantities. എന്തെന്ന് വെച്ചാൽ തൻ്റെ മുത്തശ്ശിയുടെ മരണശേഷം അനുഭവിക്കപ്പെട്ട ഏകാന്തതയും അതുമൂലം ഇവരിലുണ്ടായ മാറ്റങ്ങളും തുടങ്ങി ഒരു ബാല്യകാല സ്മരണകളെക്കുറിച്ച് ഓർത്തെടുത്ത് പറയുന്നൊരു കവിത.
ഇതിലും കമലാദാസ് എന്ന കവയിത്രി സന്തോഷകരമായി ആസ്വദിച്ചിരുന്ന കുട്ടിക്കാലത്തെക്കുറിച്ചും തൻ്റെ മുത്തശ്ശിയെക്കുറിച്ചും അന്ന് താമസിക്കുന്ന വീടിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ പറയുന്നത്. ആ ഓർമ്മകൾ ഓർക്കുന്ന സമയത്ത് ഒരുപാട് മെമ്മറീസ് സന്തോഷം തോന്നുന്നെന്നും സ്നേഹം നൽകുന്ന ആ ഓർമ്മകൾ മക്കൾക്ക് അവിശ്വസനീയമാണ് തോന്നുന്നത് കവയിത്രി പറയുന്നത്. തൻ്റെ മുത്തശ്ശി മരണത്തിന് ശേഷം താൻ വളരെയധികം ദുഃഖിതയാണെന്നും അന്യരുടെ വീടുകളിൽ കയറുന്ന ഭിക്ഷാടകനെ പോലെ സ്നേഹത്തിനായി കീഴുകയെന്നും കവയിത്രി കവിതയിൽ പറയുന്നു. ഇതിൽ അവസാനം കവയിത്രി പറയുന്ന കാര്യമാണ് ദ പോയിറ്റ്സ് ഈസ് ദ സ്റ്റേറ്റ്സ് ഓഫ് ലോസ്. മുത്തശ്ശിയുടെ മരണശേഷം തനിക്ക് സ്നേഹം ലഭിക്കാതായി മറ്റ് അന്യരുടെ വീടുകളിൽ പോയി ഒരു ഭിക്ഷാടൻ, ഒരു പിച്ചക്കാരൻ എങ്ങനെയാണോ, ഒരു ബെഗർ എങ്ങനെയാണോ, അതുപോലെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥയിലേക്ക് താൻ എത്തിപ്പോയി തൻ്റെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം എന്ന് പറഞ്ഞ് തൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് തൻ്റെ മുത്തശ്ശിയുടെ മരണമുണ്ടാക്കിയ ആ ഒരു വല്ലാത്തൊരു സ്പേസ്, ആ ഒരു ഡിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന കവിത കമലാദാസ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ റിസീവ്ഡ് മീന് സ്വീകരിക്കുക, ഫോസ് എന്ന് വെച്ചാൽ തണുത്തുറഞ്ഞ, ഡിസ്പെയർ നൈരാശ്യം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട എന്നൊക്കെ ഉള്ളതാണ് മീനിങ് വരുന്നത്. അതുപോലെ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് പോയമാണ്. പോയമായതുകൊണ്ട് മറ്റേതിപ്പോൾ ഒരു സ്റ്റോറിയോ അതല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ആയാൽ പസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് 3-4 സ്റ്റാൻസ ലൈന് തന്നിട്ടാണ് നമുക്കിത് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പറഞ്ഞിടുക. ദർ ഇസ് എ ഹൗസ്, അതിലൊരു ടെസ്റ്റിൽ തന്ന ഒരു പോയത്തിൻ്റെ 2-3 ലൈൻ തന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദർ ഇസ് എ ഹൗസ് നൗ ഫാർ എവേ വൺസ് ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൺ ഡൈഡ്. ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലന്റ് സ്നേക്സ് മൂവ് എമോങ് ബുക്സ്. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ് any my blood turn could like the moon. There is a house now far away where once I received love. ആ വീട്ടിൽ നിന്ന് എനിക്കൊരു കാലത്ത് സ്നേഹം ലഭിച്ചിരുന്നു. ദാറ്റ് വുമൺ ഡൈഡ്. ആ സ്നേഹം ആരിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്? ആ വുമൺ, ആ സ്ത്രീ മരിച്ചിരിക്കുന്നു. ദ ഹൗസ് വിഡ്രോ ഇൻ ടു ദ സൈലൻസ്. ആ വീട് വീണ്ടും മൂകാന്തയിലേക്ക് അതല്ലെങ്കിൽ സൈലൻസിലേക്ക്, നിശബ്ദതയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേക്ക് മൂവ് എമോങ് ദ ബുക്സ്. പുസ്തകത്തിൻ്റെ മുകളിലൂടെ പാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഐ വാസ് ദെൻ ടു യങ്. എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ വളരെ വ്യത്യസ്തമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ കവിത എഴുതുന്ന സമയത്തുള്ള അവിടുത്തെ സിറ്റുവേഷൻസാണ് കവയിത്രി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ബേസ് ചെയ്തൊരു കുറച്ച് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്. ഗ്രാൻഡ് മദേഴ്സിൻ്റെ മരണത്തിന് ശേഷം എന്താണ് ആ വീടിന് സംഭവിച്ചത്? നമ്മളതിൽ മുകളിൽ പറഞ്ഞ അതേ കാര്യം എടുത്ത് നോക്കിയാൽ മതി. ദ ഹൗസ് വിഡ്രോ ഇൻ ടു ദ സൈലൻസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ്. എന്താണ്? വളരെ ആക്റ്റീവായിരുന്ന ഒരു വീട് മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം അത് നിശബ്ദതയിലേക്ക് പോയി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ പോയിറ്റ് നോട്ട് ഏബിൾ ടു റീഡ് ദ ബുക്സ്. എന്തുകൊണ്ടാണ് ഏബിൾ, വൈ, എന്തുകൊണ്ട്, വാസ് കഴിഞ്ഞു പോയൊരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് വാസ് എന്ന് ഉപയോഗിക്കുന്നത്. വൈ വാസ് ദ പോയിറ്റ് നോട്ട് ഏബിൾ ടു റീഡ് ബുക്ക്. എന്തുകൊണ്ടാണ് കമലാദാസ് എന്ന കവയിത്രിക്ക് ബുക്കുകൾ വായിക്കാൻ, പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാത്തത്? ദ പോയിറ്റ് വാസ് നോട്ട് ഏബിൾ ടു റീഡ് ബുക്സ് ദ ടൈം ബിക്കോസ് ഷീ വാസ് ടു യങ്. കാരണം വളരെ കുട്ടിയായ സമയത്ത് തൻ്റെ മുത്തശ്ശിയായിരുന്നു തനിക്ക് കഥകൾ പറയുന്നത്. ചെറുപ്പമായതുകൊണ്ടാണ് തനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാതിരുന്നെന്ന് പറയും. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വൂ ഹൗസ് ഈസ് എ റിഫോർഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. വാട്ട് ഹാപ്പൻ ടു ഇറ്റ്. വൂസ് ഹൗസ്, വൂസ് ആരുടെ, ഇസ് ഹൗസ് വീട്, ഈസ് എ റിഫോർഡ് ടു ദ ഫസ്റ്റ് ലൈൻ. ആരുടെ വീടാണ് ആദ്യത്തെ വരിയിൽ റിഫോർഡ് മീൻസ് സൂചിപ്പിച്ചിരിക്കുന്നത്? വാട്ട് ഹാപ്പൻ ടു ഇറ്റ്, അവിടെ എന്താ സംഭവിച്ചതെന്ന്. ഇറ്റ് ഈസ് ദ ഹൗസ് ബിലോങ് ടു ദ പോയിറ്റ്സ് ഗ്രാൻഡ് മദർ. ഇറ്റ് ഈസ് ദ നൗ ഡിസേർട്ട് ദ നൗ വൺ ലിവ്സ് ഇൻ ഇറ്റ് നൗ. ക്വസ്റ്റ്യൻ ഇതാണ്, വൂസ് ഹൗസ് ഈസ് റിഫേർഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. ആരുടെ വീടാണ് ആദ്യത്തെ വരിയിൽ പരാമർശിച്ചിരിക്കുന്നത്? ദെൻ അവിടെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം ആരാ ഹൗസാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ ഹെഡിങ് തന്നെ. ഗ്രാൻഡ് മദേഴ്സിൻ, അതായത് പോയിറ്റായ കമലാദാസിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസാണ് ഈ ഫസ്റ്റ് ലൈനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ദ ഗ്രാൻഡ് മദർ ഇസ് നൗ ഡിസേർഡ് നോ ലിവിങ് ഇസ് നൗ. ഇപ്പോൾ ഒരാൾ പോലും അവിടെ ജീവിക്കുന്നില്ല, ഒരാളും ജീവിച്ചിരിക്കുന്നില്ല. പാമ്പുകളും തുടങ്ങി മറ്റ് മൃഗങ്ങളുമാണ് അവിടെ വസിക്കുന്നത് എന്നെല്ലാമാണ് ഫസ്റ്റ് ലൈനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ടു തിങ്സ് ഹാപ്പൻ വെൻ ഹെർ ഗ്രാൻഡ് മദർ ഡൈഡ്. വാട്ട് ടു തിങ് ഹാപ്പൻ വെൻ ദ ഗ്രാൻഡ് മദർ ഡൈഡ്. തൻ്റെ മുത്തശ്ശിയുടെ മരണമല്ല, ഗ്രാൻഡ് മദേഴ്സ് മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം എന്താണ് രണ്ട് കാര്യങ്ങൾ നടന്നത്?
When his grandmother died, there came complete the silence inside the house. The secondly, the snake started moving among the books because the house is being the desert and all the living. എന്താണ് ഒന്ന് വീട് മുഖാന്തതയിലേക്ക് അതല്ലെങ്കിൽ നിശബ്ദമായെന്നും മറ്റൊന്ന് പുസ്തകത്തിന് മുകളിലൂടെ പാമ്പുകൾ വസിക്കുന്ന അല്ലെങ്കിൽ പാമ്പുകളുടെ ഒരു വിഹര സങ്കേതമായി ഒരു കേന്ദ്രമായി ആ വീട് മാറുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. Then, why did the poets compare the turning of her blood cold like the moon? എന്തുകൊണ്ടാണ് did the poets compare എന്ന് വെച്ചാൽ താരതമ്യം ചെയ്യുക turning of the blood cold to the moon, തൻ്റെ രക്തത്തെയും അതുപോലെ തന്നെ ചന്ദ്രനെ എന്തുകൊണ്ടാണ് താരതമ്യം ചെയ്യുന്നത്? The poets compared the coldness of the blood with the moon due to its lovely light thought be the cool unlike the sun. The poets compared, poets എന്തുകൊണ്ടാണ് താരതമ്യം ചെയ്തതെന്ന് പറയുന്നത് the coldness of the blood with the moon due to its lovely light to the cool unlike the sun. സൂര്യനെ പോലെ അതല്ലെങ്കിൽ രാത്രിയുടെ നിശബ്ദതയിൽ അല്ലെങ്കിൽ രാത്രിയിൽ ചന്ദ്രൻ തരുന്ന ഒരു പ്രകാശം നിലാവ് പോലെ ആയിരുന്നു തൻ്റെ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. The poets compared the coldness of blood with the moon due to its lovely like the thoughts to be cool unlike the sun. അല്ലെ, സൂര്യനേക്കാളും പ്രകാശം വരുത്തുന്ന സൂര്യനേക്കാളും ഒരുപാട് മനോഹരമായ ദൃശ്യമാണ് ചന്ദ്രൻ തരുന്നതെന്ന്. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ സ്റ്റാൻസ് വരികയാണ്. Why did the poets compare the coldness blood with the moon behind the bedroom door dog then നമുക്കതിൽ പറയുന്നുണ്ട് എന്ത് ഈ ഒരു ക്വസ്റ്റ്യന് why did the poets compare the turning of her blood cold like the moon, അതിൻ്റെ കുറച്ചു ഈ കവിതയിൽ പരാമർശിച്ച കുറച്ച് ലൈൻസ് പറയുന്നുണ്ട്. How often think of going there to peer through the blind eyes of the windows, just listen to the frozen air or the wild despair pick and the harmful of the darkness bring her to lie behind the bedroom door the brooding dog. brooding എന്ന് വെച്ചാൽ എന്താ? brooding എന്ന് വെച്ചാൽ നായകളുടെ ഒരു സൗണ്ടിനെ പറയുന്ന അല്ലെങ്കിൽ നായ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം പറയുന്ന ബ്രൂഡിങ് ഡോഗ്. ഒരു ജനാലക്കകലെ രാത്രി സമയങ്ങളിൽ ജനാലക്കകലെ അല്ലെങ്കിൽ അരികിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ആസ്വദിക്കിനെ കുറിച്ചിട്ടാണ് the why did the poets compare എന്ന് പറയുന്നത്. the turning blood cold like the moon, അതിന് കുറേ എക്സാമ്പിൾ പറഞ്ഞത്. that peer through the blind eyes of the windows, just listen to frozen air, തണുത്ത കാറ്റിനെ അല്ലെങ്കിൽ just to listen, ആ ഒരു കാറ്റിനെ ശ്രദ്ധിച്ചിരുന്നു. the wild disappear pick the harmful the darkness bring to the here to lie, the behind the bedroom door the brooding dog. അല്ലേ, അന്തരീക്ഷത്തിൽ നടക്കുന്ന ചുറ്റുപാട് പരിസ്ഥിതി നടക്കുന്ന പല കാര്യങ്ങൾ ആസ്വദിച്ചിരുന്നു ജനാലക്കകലിൽ നിന്നെന്ന് പറയുന്നുണ്ട്. Then why does the poets want to lay the darkness behind her bedroom like a brooding dog? Why does the poets want to lay, എന്തിനാണ് അവിടെ നിന്നത് relaxing behind the bedroom like the brooding dog, ഒരു നായ പോലെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം ഉണ്ടാക്കിയ പോലെ എന്തിനാണ് അവിടെ നിന്നതെന്ന്. The poets want to the darkness behind the bedroom like the brooding dog because they does not want to forget her the grandmother's love for her. ബ്രൂഡിങ് എന്ന് പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. ബ്രൂഡിങ് എന്ന് വെച്ചാൽ നായനെ പോലെ ചിന്തിച്ചിട്ട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ തൻ്റെ ബെഡ്റൂമിൻ്റെ അടുത്തുള്ള ജനലക്കകിൽ നിന്ന് എന്നാണ് ക്വസ്റ്റ്യൻ. എൻ്റെ ആൻസറാണ് the poets want to lay the darkness behind her bedroom like the bedroom door because she does not want to forget her grandmother's love for her. തൻ്റെ മുത്തശ്ശി തന്ന സ്നേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല, ഓർമ്മകളുള്ളത് കൊണ്ടാണ് ജനലിൻ്റെ അടുത്ത് ഈ കവയിത്രി അതായത് കമലാദാസ് രാത്രിയിൽ ഒരു നായയെ പോലെ വളരെ ചിന്തിച്ചുകൊണ്ട് നിന്നത്. Then what does there refer to? ആരാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? there refer to ആരാണ് there അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? there refers to the house of the poets, the grandmother. ഇതിൽ രണ്ട് കഥാപാത്രമേ ഉള്ളൂ, ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് ഗ്രാൻഡ് മദേഴ്സ് അതല്ലെങ്കിൽ ഈ പോയട്രിയായ കമലാദാസിൻ്റെ മുത്തശ്ശിയും, മറ്റൊന്ന് കമലാദാസും ഈ കവിത എഴുതിയ കമലാദാസ്. രണ്ട് ക്യാരക്ടറാണ് ഇതിലുള്ളത്. വാട്ട് ഡസ് ദർ റിഫർ ടു? അതിന് ആൻസറാണ് ഗ്രാൻഡ് മദറിനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഡസ് ദ പോട്ട്സ് വാണ്ട് ടു വിസിറ്റ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്? വൈ? എന്തുകൊണ്ടാണ്? വൺ ഡസ് ദ പോട്ട്സ് വാണ്ട്സ് ടു വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്? വൈ? എന്തുകൊണ്ടാണ് വിസിറ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ആ ഒരു വീട് പോയിട്ട് അല്ലെങ്കിൽ തൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ച ഒരുപാട് നല്ല മെമ്മറീസ് തന്ന വീട് എന്തുകൊണ്ട് പോയി വിസിറ്റ് ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. വൈ? ആൻഡ് ആൻസർ ദ പോയിറ്റ്സ് വാണ്ട്സ് ടു വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വെൻ ഷീ ഈസ് ഇൻ എ ഡിജക്റ്റീവ് മൂഡ്. അതിനു പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല
അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കമലാദാസ് ഒരു വീട് പോയി വിസിറ്റ് ചെയ്യാത്തത്. മാനസികാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് പുസ്തകങ്ങൾ വായിച്ചിരുന്ന വീട്ടിൽ നിന്ന് പാമ്പുകളുടെ വിഹരകേന്ദ്രമായി മാറിയിട്ടുണ്ട്, ഒന്നാമത്തെ റീസൺ. പിന്നെ വല്ലാത്തൊരു സൈലൻസ്, ആകെ ഡാർക്കായിട്ട് ഫുള്ള് സൈലൻസ് ആയിട്ട് ആ വീട് മാറിയിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഒരു ഡിജക്റ്റിംഗ്, ഇത്തരത്തിലൊരു മാനസികാവസ്ഥ അതിനനുയോജ്യമല്ല എന്ന് പറയാനുള്ളത് റീസൺ. Then why there are air in the grandmother's house the grapes are frozen? നമ്മൾ പറഞ്ഞ കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഇൻ എ ആൻഡ് ബി. പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഇൻ എ ആൻഡ് ബി. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു. എ ഹാർംഫുൾ ഡാർക്ക്നെസ് മീൻസ്, ഒരു സെൻറ്റൻസ് എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 സെൻറ്റൻസ് തന്നിട്ട് അതിൽ നിന്നും ഏറ്റവും ആൾട്ടർനേറ്റീവ്, ഇതിന് യോജ്യമായത് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ആൻ ഹാർംഫുൾ ഡാർക്ക്നെസ് മീൻസ്, ഒരു ഹാർംഫുൾ ഡാർക്ക്നെസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ദ ഓൾഡ് മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അൺഹാപ്പി ഡേയ്സ്, സം ഡാർക്ക് ഒബ്ജക്റ്റ് ഫ്രം ദ ഹൗസ്. എന്താണ് ആൻ ഹാർംഫുൾ ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആൻ ഓൾഡ് മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, പഴയകാലത്തെ കുട്ടിക്കാലത്തെ മെമ്മറികളെ, ഓർമ്മകളെയാണ് ആൻ ഹാർംഫുൾ ഡാർക്ക്നെസ് എന്നുദ്ദേശിക്കുന്നത്. ദെൻ ബി, ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് മീൻസ്, എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു നായയെ പോലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് മീൻസ് എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അതിൽ കുറച്ച് എക്സാമ്പിൾ തന്നു. കാരണം അനുയോജ്യമായ എന്താ കണ്ടെത്തിയിട്ട് ഇതാണ്. ദാറ്റ് മെമ്മറീസ് വിൽ ഓൾവേസ് റിമൈൻ വിത്ത് ദ പോയിറ്റ്. ദ മെമ്മറി will lie uncared for in a corner. The memories are as unimportant as a dog. എന്താണ് ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മ ഒരു നായയെ പോലെ അതല്ലെങ്കിൽ ഒട്ടും പ്രാധാന്യം അർഹിക്കുന്നതല്ല എന്ന് ഒരു എക്സാമ്പിൾ. Then the memories will is uncared for in a corner. Then memories will also remind the poet. ഏതാണോ ഇതിൽ പ്രതിപാദിക്കൽ, ഇതിൽ അനുയോജ്യമായതെന്നാണ് ചോദിക്കുന്നത്. ഇത് അനുയോജ്യമായത് ഇതാണ്. The memories will always remain with the poet. The memories will always remain with the poet. എന്താണ് എന്നും മെമ്മറീസ് എന്താണ് ഈ പോയറ്റിൻ്റെ കൂടെ ഉണ്ട്, കവയിത്രിയായ കമലാദാസിൻ്റെ കൂടെ എന്നും ഓർമ്മകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്തു പറയുന്നത്? ടു ലൈ ദ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് ദ ബ്രൂഡിങ് ഡോഗ്. ഒരു നായയെ പോലെ തൻ്റെ ബെഡ്റൂമിൻ്റെ, തൻ്റെ റൂമിനരികിൽ, ജനാലക്കരികിൽ ഒരു നായയെ പോലെ ചിന്തയിൽ അധിഷ്ഠിതമായി കൊണ്ട് നിൽക്കുന്നതിൻ്റെ റീസണാണ് പറയുന്നത്. എന്താണ് റീസണ്? ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമൈൻ വിത്ത് ദ പോയറ്റ്. ഈ മെമ്മറീസ് പോയറ്റിൻ്റെ, കവയിത്രിയുടെ കൂടെ എന്നും ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവിടെ ഒരു ബ്രൂഡിങ് ഡോഗിനെ പോലെ നിന്നത് എന്ന് പറയുന്നത്. ദെൻ ഇൻ ദ ലാസ്റ്റ് 3 lines ഓഫ് ദ പോയം ദ പോയറ്റ് തിങ്ക് ഓഫ് ഹെർസെൽഫ് ആസ് എ ബെഗർ. എന്തുകൊണ്ടാണ് നമ്മൾ ബെഗർ ആരാണ്? പിച്ചക്കാരനാണ്, യാചകനാണ്, ഭിക്ഷ യാചിക്കുന്നവനാണ്, യാചകനാണ് ബെഗർ എന്ന് പറയുന്നത്. ഇൻ ദ ലാസ്റ്റ് 3 lines ഓഫ് ദ പോയം, അവസാനത്തെ 3 വരികൾ, ദാറ്റ് ദ പോയിന്റ് തിങ്സ് ഓഫ് ഹെർസെൽഫ് ദ ബെഗർ. എന്തുകൊണ്ടാണ് ഒരു ബെഗറിനെ പോലെ യാചകനെ ചിന്തിക്കുന്നതെന്ന ചോദ്യം. ബട്ട് ഷീ ഈസ് എ ബെഗിങ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് ഷീ ഈസ് എ ബെഗിങ്, യാചിക്കുന്നത്? ഷീ ഈസ് എ ബെഗിങ് ഫോർ ലവ്. ഷീ ഈസ് എ ബെഗിങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് കവയിത്രിയായ കമലാദാസ് എന്ന് കേയുന്നത്, യാചിക്കുന്നത്. ദ വാട്ട് ഷേ means by the small changes, a little love in a small quantity. എന്നാലും ചെറിയ സ്മോൾ ക്വാണ്ടിറ്റി, എന്താ ക്വാണ്ടിറ്റി, എന്താ അളവെന്ന് പറയുന്നതാണ് സ്മോൾ, കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഫോർ ദ ബെഗിങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ ദ കുഡ് ലൈക്ക്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ പോയറ്റ്സ് റിമെമ്പർ ഹെർ ഗ്രാൻഡ് മദർ ആൻഡ് വിഷ് ടു ബി അലൈവ് ടു സീക്ക് ഹെർ ലവ്? How does the poets remember her grandmother and wish to alive seek her love? എങ്ങനെയാണ് തൻ്റെ ഗ്രാൻഡ് കുറിച്ച് ചിന്തിക്കുന്നതെന്നും അതുപോലെ ആ സ്നേഹത്തെ എങ്ങനെ പ്രകടമാക്കുന്നത്? ടു ബി അലൈവ് ടു സീക്ക് ഹെർ ലവ്, എങ്ങനെ നോക്കിക്കാണുന്നത് എന്നാണ് ചോദ്യം. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് ഒരു 100 വേർഡ്സിൽ എക്സ് ചെയ്ത്. ഒന്ന്, കുട്ടിക്കാലത്ത് കഥ പറഞ്ഞു കൊടുക്കുന്നതും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും കളിക്കുന്നതും ചിരിക്കുന്നതും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, മുത്തശ്ശിയുടെ സ്നേഹവും പ്രതിപാദിക്കാൻ നമുക്കിതിലെടുത്ത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്
ദ പോയിറ്റ്സ് ഗോസ് മച്ച് ലവ് ഫ്രം ദ ഗ്രാൻഡ് മദർ ബട്ട് നൗ ഷീ ഈസ് ഡെഡ്. അല്ലേ, മരണത്തെ മുത്തശ്ശി മരിച്ചതിനു ശേഷം കവയിത്രിയിലുണ്ടായ ദുഃഖത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, ഏകാന്തതയുടെ പരിണിത ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അൺട്രൂവേഴ്സിൽ റെസ്റ്റ് ചെയ്യണം. ദെൻ the poets think of her past. How is the present different from the past? മനസ്സിലായോ? The poets think of her past. How is her present? The poets think of her past. How is her present different from the past? എങ്ങനെയാണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കുക. The poet think of her past. എങ്ങനെയാണ് തൻ്റെ ഭൂതകാലത്തെക്കുറിച്ചിട്ട്, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും ഹൗ ഈസ് ഹെർ പ്രസൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ പാസ്റ്റ്, എന്ത് വ്യത്യാസമാണ് പ്രസൻറ്റ്, അതായത് സമകാലീനം, ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭൂതകാലത്ത് രണ്ടൊരു താഴ്ന്നിട്ട് എന്തൊക്കെ ഡിഫറൻസാണ് ഉണ്ടാവുന്നത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്തൊക്കെ ഡിഫറൻസ് ഉള്ളത്. ഒന്ന്, തൻ്റെ മുത്തശ്ശി മരിച്ചു, മുത്തശ്ശിയുടെ വേർപാട് ഒരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തൻ്റെ കുട്ടിക്കാലത്തുള്ള കഥ പറയാനും സന്തോഷിക്കാനും വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള മൂമെൻറ്റ്, അൺഫോർഗറ്റബിൾ മെമ്മറീസ്, ആ മെമ്മറീസ് ഒരുപാട് സന്തോഷം നൽകിയ മെമ്മറീസ് വിഭിന്നമായിക്കൊണ്ടിരുന്നോ ഫോർ ബെഗിങ് ഫോർ ദ ലവ് എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി, സ്നേഹത്തിന് വേണ്ടി കഴിയുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിഫറെൻറ്റ്. ദിസ് ബോയ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് കമലാദാസ് സെയിങ് അബൌട്ട് ദ നൊസ്റ്റാൾജിയ ഫോർ എ ചൈൽഡ് ലൈഫ് ഇൻ ദ ഗ്രാൻഡ് മദർ. എൻ്റെ കുട്ടിക്കാലത്തുള്ള ഗൃഹാതുരത്വത്തെ കുറിച്ചിട്ട്, മീൻസ് നൊസ്റ്റാൾജിയെ കുറിച്ചിട്ട്. ഷീ ദ റിമെമ്പർ ദ ചൈൽഡ്ഹുഡ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വെൻ ഷീ വാസ് അലൗഡ്. ഷീ ഹാസ് ഡീപ് സെൻസ് ഓഫ് ദ സോറോ ഇൻ ദ പ്രസൻറ്റ് ബിക്കോസ് ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് ലവ് വൺസ് ഗോട്ട് ഫ്രം ഹർ ഗ്രാൻഡ് മദർ. തൻ്റെ ഗ്രാൻഡ് മദറിന് ഒരിക്കലും പകരക്കാരായിട്ട് ഒരാളെ പോലും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു സ്നേഹത്തിനത്ര മറ്റൊരാളുടെയും സ്നേഹം എത്തുന്നില്ല. ഇനി ആ സ്നേഹത്തിന് വേണ്ടി കേയുകയാണ്, യാചിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കമലാദാസ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ പ്രസൻറ്റും അതുപോലെ തന്നെ പാസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ, എന്തൊക്കെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും എന്നതിന് ആൻസർ പറയുന്നത്. ഇന്ന് പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പോയം വിച്ച് കൺവേ ദ സെൻസ് ഓഫ് ദ ലോസ് ഓഫ് ദ പോയിറ്റ് ഫീൽസ്. പിക്ക് ഔട്ട് ദ വേർഡ്സ്, ഒരു വേർഡ് പിക്ക് ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്ത് ചെയ്താണ് ഇത് പോയം വിച്ച് കൺവേ നമ്മോട് പറയുന്നത് ദ സെൻസ് ഓഫ് ദ ലോസ് ദാറ്റ് ദ പോയിറ്റ്സ് ഫീൽസ്. പോയിറ്റിൻ്റെ ഫീൽസിനെ കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷത്തെക്കുറിച്ചൊക്കെ പറയുന്ന ലൈൻ ഏതാ? ഇൻ ദ പോയിം ദ പോയിറ്റ് കൺവേ ദ സെൻസ് ഓഫ് ലോസ് ദാറ്റ് ഷീ ഫീൽസ് ബൈ ദ യൂസിങ് ഡിഫറെൻറ്റ് വേർഡ്സ് ലൈക്ക് ദ മൂമൺ ഡൈഡ്, മൈ ബ്ലഡ് ടേൺ ടു കോൾഡ്, ഫ്രോസൺ എയർ വാൾ ഡിസബിൾ. അല്ലേ, ആ ഒരു ഫീൽ, ആ ഒരു ദുഃഖം കാണിക്കുന്ന വരികളാണേത്. ദ ബ്ലഡ് ടേൺ കോൾഡ് ആൻഡ് ദ ഫ്രോസൺ എയർ, ദ വൈൽഡ് ഡിസപ്പയർ, ദ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഈ കാര്യങ്ങളാണ് കമലാദാസ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന ഈ ഒരു കവിതയിലൂടെ നമുക്ക് മുന്നിൽ വെക്കുന്നത്. തൻ്റെ കുട്ടിക്കാലത്തെ ബാല്യകാല സ്മരണകൾ, ഓർമ്മകൾ, തൻ്റെ ആ സമയത്തുണ്ടായിരുന്ന സ്നേഹം, അത് കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ചിട്ടും തനിക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് അവലാതിയോടെ മുത്തശ്ശിയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് കവി. ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ബെഗിങ് ഫോർ ദ ലവ്, സ്നേഹത്തിന് വേണ്ടി യാചിക്കുക എന്ന് പറഞ്ഞിട്ടാണ്, ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ടാണ് കമലാദാസ് എന്ന് പറയുന്ന കവിയത്തിന് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന ഒരു കവിത അവസാനിപ്പിച്ചിരിക്കുന്നത്.